കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ച ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡറിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ സിലബസിന്റെ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കേണ്ടത്, അതേപോലെ മെറ്റീരിയൽസ് ഒക്കെ എവിടുന്ന് കിട്ടും. മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് തരാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവും. നോക്കാം, നമുക്ക് സിലബസ് എന്താ പറഞ്ഞിരുന്നില്ലായിരുന്നു. പെട്ടെന്ന് സിലബസ് ആണെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, സംഭവം കുഴപ്പമൊന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി, സ്റ്റാറ്റ്യൂട്ട്സ് റെലവെന്റ് ടു MSMEs ഇൻ ദ സ്റ്റേറ്റ്, കേരള ഇൻഡസ്ട്രിയൽ പോളിസി 2023, സ്കീംസ് ആൻഡ് സർവീസസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസംസ് എസ്പെഷ്യലി എൻഡസ്ട്രി ആൻഡ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എക്സെട്ര, ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ഇൻ കേരള, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റീഫോംസ്, key financial schemes of MSMEs, latest MSME classification as per the financial budget 2025, Udyam and KSF procedures, industrial infrastructure, license and clearances for MSME, banking, general knowledge and current affairs, quality aptitude and listening ability. അപ്പൊ ഇതാണ് അവരെ എക്സാമിന്റെ സിലബസ് പറഞ്ഞിട്ടുള്ളത്. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ BDSP will consist of written examination and interview with a total mark of 100. The marks for the written examination will be 80 and the marks for the interview will be 20. The number of questions for the written examination will be 80 multiple choice questions carrying 1 mark each. The duration of the written examination will be 1.5, 90 minutes ആണ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് സിലബസ്. അപ്പൊ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം? ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ എക്കണോമിക്, കേരള എക്കണോമിക് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ PDF അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ആ PDF കൂടെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ബിടെക് കഴിഞ്ഞല്ല, ബിടെക് കഴിഞ്ഞവർക്ക് എന്ത് ജസ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി വേണ്ടു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ ഈ ജനറൽ നോളജും അതേപോലെ കറണ്ട് അഫയേഴ്സും അതിലെ QA റീസണും ഒക്കെ നിങ്ങൾ അവിടെ ഒന്ന് ഓൾറെഡി ഓൾമോസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവാം. നേരെ പറഞ്ഞ ഇപ്പൊ ഇന്ത്യൻ പോളിസി കേട്ടില്ലേ? ഇന്ത്യൻ പോളിസി പറയുമ്പോൾ സോറി, കേരള ഇൻഡസ്ട്രിയൽ പോളിസി 2023 അതാണ് സിലബസിൽ അവിടെ തന്നെ പറഞ്ഞത്. കേരള ഇൻഡസ്ട്രിയൽ പോളിസി 2023 അതിന് വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റ് എന്താ പറയുക PDF ഉള്ളത്. ജസ്റ്റ് PDF എന്താ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ട്. ഇതൊക്കെ എന്താ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലെന്താ പറയണ്ടേ, നമ്മള് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലാതെ നമ്മളൊരു എന്താ പറയണ്ടേ MCQs അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ, അല്ലാതെ നമ്മള് റിട്ടേൺ എക്സാമിനേഷൻ അല്ലല്ലോ. MCQ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്തുള്ള മെയിൻ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ അവരുടെ പോയിന്റ് ആയിട്ട് തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇതിന്റെയൊക്കെ PDF അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ താഴെ വെക്കാം, ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ MSME സ്കീംസ് അതിൽ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. MSME സ്കീംസ് ഒക്കെ ഇതേപോലെ എന്താ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ ഡൗൺലോഡ്. അതേപോലെ ഇന്ത്യൻ എക്കണോമിനെ പറ്റിയിട്ട് എന്താ ഒരു റിവ്യൂ ആയിട്ടുള്ള തന്നെ ഉണ്ട്. അത് ജസ്റ്റ് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ ഇന്ത്യ എക്കണോമിനെ പറ്റിയിട്ട്. ഓക്കെ, അതേപോലെ കേരള പ്ലാനിംഗ് ബോർഡിന്റെ കീഴിലുള്ള 2025 ആക്കി ഇറക്കിയതാണിത്. ഓക്കെ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഐഡിയ കിട്ടും. അതേപോലെ ജസ്റ്റ് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കീംസ് ആൻഡ് സർവീസ് ഓഫ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്, ഇത് നമ്മളെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്താ സ്കീംസ് പറയുന്നുണ്ട്, സർവീസസ് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഉദ്യം KSF പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഭാവിയിൽ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ എന്തൊക്കെ ലൈസൻസ് ആണ്, ലൈസൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്, അതേപോലെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയണ്ടേ, അതിനൊന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് എന്താ എക്സാമിന് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിനനുസരിച്ചിട്ട് എന്താ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ ഭാഗമായിട്ടാണ് അവിടെ എന്താ റീസണിങ് എബിലിറ്റി QA ഒക്കെ അവിടെ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ എന്താ അവരുടെ ആ ഒരു ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു രീതിയിലെ സിലബസ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതിലൊക്കെ ഈ ഫിനാൻഷ്യൽ സ്കീംസ് എല്ലാം എന്താ എല്ലാത്തിനും PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ലിങ്ക് അയച്ചുതരാം. അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ നിന്ന് കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അവിടെ ലിങ്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എക്സാമിന്റെ പാറ്റേൺ 80+20 ആണ്. 80 MCQs,
റിട്ടേൺ എക്സാം 20 ഇന്റർവ്യൂലും. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.